അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണ്, നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ GST കളക്ട് ചെയ്ത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റെഗുലർ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളുകൾ മെയിൻലി 2 ടൈപ്പ് ഓഫ് റിട്ടേണുകളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന് GSTR 1 എന്നുള്ള, അതായത് ഔട്ട്വാർഡ് സപ്ലൈഡ്, അതായത് നിങ്ങളുടെ സെയിൽസിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതിയാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. ഇനി ടാക്സ് അടയ്ക്കുന്ന, അതായത് നിങ്ങളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇത്രയുണ്ട്, നിങ്ങളുടെ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി ഇത്രയുണ്ട്, അപ്പോൾ അത് കഴിച്ച് ബാലൻസ് ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, അങ്ങനെയുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കുന്ന GSTR 3B എന്നുള്ളൊരു റിട്ടേൺ നിങ്ങൾ എല്ലാ മാസവും 20-ാം തീയതി ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു കോമ്പോസിഷൻ ഡീലറാണ്, ഒരു കോമ്പോസിഷൻ രജിസ്ട്രേഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്വാർട്ടർലി മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ആ ഒരു ഫോമാണ് CMP 08 എന്നുള്ളൊരു ഫോമാണ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി റെഗുലർ രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണെങ്കിൽ പോലും ഒരു QRMP എന്നുള്ളൊരു സ്കീം ഓപ്റ്റ് ചെയ്യുക, അതായത് ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഫയൽ ചെയ്തുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ ഈ കേസിൽ മന്ത്ലി തന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. GST സീരീസിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേ ബില്ലും ഇൻവോയ്സിങ്ങിനെ കുറിച്ചാണ്.